Hey guys, welcome back to another video. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപ്പോനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ക്യാപ്പോ എന്താണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണത്, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ക്യാപ്പോയിൻ്റെ ഫംഗ്ഷനിങ് നല്ലപോലെ മനസ്സിലായ ബാർ കോഡ്സിനെ മനസ്സിലാവും കുറച്ചുകൂടി ഈസിയർ ആവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മളാണെങ്കിൽ ബാർ കോഡ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നതുകൊണ്ടാണ് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ക്യാപ്പോനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. അപ്പോൾ ക്യാപ്പോൻ്റെ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായ ബാർ കോഡ്സ് മനസ്സിലാക്കാനും ഈസിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങളാണെങ്കിൽ ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ വേറെ കുറേ കോഡ്സും കവർ ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ഷേപ്പ് കോഡ്സും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഗൈസ്, ക്യാപ്പോ എന്താണ്? അപ്പോൾ ഇതാണ് ഒരു ക്യാപ്പോ. ഇത് ഒരു സ്റ്റൈലാണ്. ഇപ്പോൾ ക്യാപ്പോ ഡിഫറെൻറ്റ് ഷേപ്സിലൊക്കെ ഉണ്ട്, ഡിഫറെൻറ്റ് വേരിയേഷനിലൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതാണ്. ഇത് ഞാൻ ഒരു 6 to 7 years മുമ്പ് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഈ ക്യാപ്പോ ഒരു ഗിറ്റാർ ആക്സസറി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഗിറ്റാർ ടൂൾ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ യൂസ് ചെയ്യണത് നമ്മൾ ഈ ബാർ കോഡ്സിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമുക്ക് ഒരു കീ അല്ലെങ്കിൽ പിച്ച് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്പോ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ക്യാപ്പോ നമ്മൾ ഗിറ്റാറിൻ്റെ നെക്കിൻ്റെ എവിടെയാണ് ഇങ്ങനെ പ്ലേസ് ചെയ്യണത്. അപ്പോൾ സിമ്പിൾ രീതിയിൽ ഇതാണ് ക്യാപ്പോവിൻ്റെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്യാപ്പോ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്യാപ്പോ എടുത്തിട്ട് നമ്മൾ ഈ ഗിറ്റാറിൻ്റെ നെക്കിലെ ഫ്രെറ്റ്സ് നമുക്ക് കാണാം. അപ്പോൾ ഈ ഫ്രെറ്റ്സിൻ്റെ ഈ മെറ്റലിൻ്റെ തൊട്ട് അടുത്തിങ്ങനെ വെക്കണം. അതിൻ്റെ പുറത്ത് വയ്ക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പിൽ വയ്ക്കൽ, അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമ്മൾ ഈ ക്യാപ്പോ ഇങ്ങനെ പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ എല്ലാ സ്ട്രിങ്സും നല്ലപോലെ ഇങ്ങനെ പ്ലേ ആവും. നമ്മൾ ഈ ക്യാപ്പോ നല്ലപോലെ പ്ലേസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചാൽ നല്ലപോലെ അത് ശരിയായി കേൾക്കില്ല സൗണ്ട്. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ കുറച്ച് നല്ല ബാക്കിലെടുത്ത് വെച്ചാലും അതുപോലെ കേൾക്കില്ല. അപ്പോൾ നമുക്ക് നല്ല ഒരു സെൻറ്റർ രീതിയിലൊക്കെ വയ്ക്കാം. അപ്പോൾ എല്ലാ സ്ട്രിങ്സും നല്ലപോലെ ക്ലിയർ ആയിട്ട് റിങ് ആവണമെങ്കിൽ നിങ്ങൾ ഈ ഫ്രെറ്റിൻ്റെ മെറ്റലിൻ്റെ ബാക്കിൽ ശകലം ഇങ്ങനെ വെച്ചാൽ നല്ലപോലെ ഇത് റിങ് ആവും. അപ്പോൾ ഇതാണ് ക്യാപ്പോയിനെ പ്ലേസ് ചെയ്യേണ്ട രീതി. നമ്മൾ ഏത് ഫ്രെറ്റ്സ് വേണമെങ്കിലും ആവാം. ഏത് ഫ്രെറ്റ്സ് നോക്കിയിട്ട് ആ ഫ്രെറ്റിൻ്റെ മെറ്റലിരിക്കുന്നതിൻ്റെ കുറച്ച് ബാക്കിലോട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് നല്ലപോലെ എല്ലാ സ്ട്രിങ്സും റിങ് ആവും. അപ്പോൾ ഇതാണ് ക്യാപ്പോ പ്ലേസ് ചെയ്യേണ്ട രീതി. അടുത്ത നമുക്ക് ക്യാപ്പോയിൻ്റെ യൂസ് കേസസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് യൂസ് കേസാണ് ഈ ക്യാപ്പോ യൂസ് ചെയ്ത് നമുക്ക് ഏത് സോങ്ങിൻ്റെ കീ ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ പിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു വോയിസ് അനുസരിച്ച് എനിക്ക് ഹൈ പിച്ചിലാണ് പാടാൻ കംഫർട്ടബിൾ. അപ്പോൾ ഒരു ലോ സ്കെയിൽ അല്ലെങ്കിൽ ലോ കീയിലുള്ള ഒരു സോങ്ങിനെ എനിക്ക് ഒരു ഹയർ പിച്ചാക്കിയിട്ട് എനിക്ക് ആ സോങ് പ്ലേ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു സോങ് ഉണ്ട്, അതിൻ്റെ കീ സി മേജറിലാണെന്ന് പറയാം. അപ്പോൾ എൻ്റെ വോയിസ് അനുസരിച്ച് എനിക്കൊരു എ മേജറിൽ പ്ലേ ചെയ്താലേ എനിക്ക് സിങ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ക്യാപ്പോ യൂസ് ചെയ്താൽ എനിക്ക് ആ സോങ്ങിൻ്റെ കീ മാറ്റാൻ പറ്റും. അപ്പോൾ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയാൽ ഞാനൊരു ചെറിയൊരു പ്രോഗ്രഷൻ പ്ലേ ചെയ്യാം, ജി സിയും ഡി ആയിട്ട്. അപ്പോൾ ഇതൊരു ലോ സ്കെയിൽ എന്ന് പറയാം. ഇപ്പോൾ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു സ്കെയിലിൽ പ്ലേ ചെയ്യാൻ. ഈ സ്കെയിൽ എനിക്ക് ആ പിച്ച് മാറ്റണമെങ്കിൽ ഞാൻ ഈ ക്യാപ്പോ എടുത്തിട്ട് അതിനെ ഞാൻ സെക്കൻഡ് ഫ്രെറ്റിൽ ഇവിടെ ഇങ്ങനെ വയ്ക്കും. സെക്കൻഡ് ഫ്രെറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് സെയിം കോഡ് ഷേപ്സ് പ്ലേ ചെയ്താൽ മതി. പക്ഷേ ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്നത് എ മേജർ സ്കെയിലിലാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കീ ചേഞ്ച് ചെയ്യണത്. സെയിം കോഡ് ഷേപ്സിൽ ഒരു മാറ്റവും ഇല്ല. കാരണം നമ്മളെ ഗിറ്റാറിൽ ഈ നട്ടാണ് നമുക്കൊരു ക്യാപ്പോ പോലെ ആക്ട് ചെയ്യണത്. എന്നിട്ട് ഞാൻ ജി സ്കെയിൽ പ്ലേ ചെയ്യണത് ഈ ഫസ്റ്റ് ഫ്രെറ്റ് വിട്ടിട്ട് നമ്മൾ നോർമൽ ജി ഷേപ്പാണ്. ആ സെയിം രീതി തന്നെ നമ്മളെ ക്യാപ്പോ ഇപ്പോൾ ഞാൻ ഈ സെക്കൻഡ് ഫ്രെറ്റിൽ ഇങ്ങനെ വെച്ചപ്പോഴത്തേന് ഈ ക്യാപ്പോ നമ്മളെ ഈ നട്ടിൻ്റെ ഫങ്ഷനിങ് ആണ് ഈ ക്യാപ്പോ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഞാൻ ഈ സെയിം ജി കോഡ് എങ്ങനെയാണ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തത് സെക്കൻഡ് ഫ്രെറ്റിൽ, അതുപോലെ തന്നെ സെക്കൻഡ് ഫ്രെറ്റ്. ഇത് നമ്മളെ ഫസ്റ്റ് ഫ്രെറ്റ് ആവും, ഇത് നമ്മളെ സെക്കൻഡ് ഫ്രെറ്റ്, ഇത് നമ്മളെ തേർഡ് ഫ്രെറ്റ്. എന്നിട്ട് നമ്മൾ ഈ നോർമൽ ജി കോഡ് അതുപോലെ പ്ലേ ചെയ്യും. അപ്പോൾ അടുത്തൊരു സോങ് നോക്കിയാൽ നമുക്ക് ആത്മാവേ പോകുന്നുള്ളൊരു സോങ് നോക്കാം. അപ്പോൾ അത് എ മൈനറും ഡി മൈനറും വെച്ചാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ
അപ്പോൾ ഇതാണ് ഒരു ചെറിയ പ്രോഗ്രഷൻ. ഇപ്പോൾ ഈ ഒരു സ്കെയിലിൽ എനിക്ക് പ്ലേ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഈ ക്യാപ്പോ എടുത്തിട്ട് 3rd ഫ്രെറ്റിൽ ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ആ സെയിം കോഡ്സ് ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്നത് എഫ് മൈനറാണ്. ഇപ്പോൾ ഈ സെയിം ഡി മൈനർ തന്നെയാണ്, ഷേപ്പ് ഡി മൈനറിൻ്റെയാണ്. പക്ഷേ നമ്മൾ ഈ റൂട്ട് നോട്ട് എഫിലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ എഫ് മൈനർ ആവുന്നത്. അപ്പോൾ ഇതാണ് ഈ ക്യാപ്പോൻ്റെ ഫസ്റ്റ് യൂസ്, നമ്മളെ സോങ്ങിൻ്റെ കീ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്യാപ്പോൻ്റെ അടുത്ത യൂസ് കേസ് എന്ന് പറയുന്നത് നമ്മളെ ബാർ കോഡ്സ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ എ മേജർ പിന്നെ ഡി ഈ 2 കോഡ് വെച്ചിട്ട് ഞാൻ ഒരു പ്രോഗ്രഷൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതൊരു പ്രോഗ്രഷൻ. ഇപ്പോൾ ഞാൻ ഈ ഒരു ബാർ കോഡ്സ് ഓവർ ടൈം പ്ലേ ചെയ്താൽ എൻ്റെ കൈ വേദന എടുത്ത് തുടങ്ങും. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്പോ യൂസ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ എ മൈനർ ഇവിടെ 5th ഫ്രെറ്റിലാണ് എൻ്റെ ഈ ഫസ്റ്റ് ഫിംഗർ ബാർ ചെയ്യണത്, എല്ലാ സ്ട്രിങ്സിനെയും ബാർ ചെയ്യണത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫിംഗർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ എൻ്റെ ക്യാപ്പോ ഇങ്ങനെ വയ്ക്കും 5th ഫ്രെറ്റിൽ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫിംഗർ ഇരുന്നത്. ആ ഫിംഗർ ഇരുന്ന സ്ഥലത്താണ് ഞാൻ ഈ ക്യാപ്പോ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഈ ക്യാപ്പോ എൻ്റെ ഫസ്റ്റ് ഫിംഗർ ചെയ്യണ റോൾ ഇപ്പോൾ എൻ്റെ ക്യാപ്പോ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിംഗർ ഫ്രീ ആയി. അപ്പോൾ ഈ ഇരിക്കുന്ന ഷേപ്പ് നമ്മളെ ഈ മേജറിൻ്റെ ഷേപ്പ് തന്നെയാണ്. ഞാൻ ഈ 2nd ഫിംഗറും 3rd ഫിംഗർ 4th ഫിംഗർ വെച്ച് പ്ലേ ചെയ്യണതാണ്. ഞാൻ ഈ ഫിംഗേഴ്സ് റീപ്ലേസ് ചെയ്യും. ഫസ്റ്റ് എങ്ങനെയാണ് നമ്മളെ നോർമൽ ഇ മേജർ ഓപ്പൺ ഷേപ്പ് ഇ മേജർ പ്ലേ ചെയ്യണേ, അത് ആ സെയിം ഷേപ്പ് യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ എ മേജറിനെ റീപ്ലേസ് ചെയ്യാൻ ഞാൻ ഫസ്റ്റ് ചെയ്തത് എൻ്റെ ഫസ്റ്റ് ഫിംഗർ ബാർ ചെയ്യണ ആ സെയിം ഫ്രെറ്റിൽ എൻ്റെ ക്യാപ്പോ പ്ലേസ് ചെയ്ത്. ഇനി അടുത്ത് ഈ ഫിംഗേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ ഞാൻ നമ്മളെ നോർമൽ ഇ മേജർ കോഡ് ഇങ്ങനെ പ്ലേ ചെയ്യും. അടുത്ത ഡി ആണ്. അപ്പോൾ ഡി ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഡി ഇങ്ങനെയാണ് പ്ലേ ചെയ്തത്. അപ്പം ഡി ഉള്ള സ്ഥലത്ത് നമ്മൾ ഈ ഫസ്റ്റ് ഫിംഗർ ഫ്രെറ്റ് ചെയ്യണത് 5th ഫ്രെറ്റിലാണ്. അപ്പോൾ സെയിം പ്ലേസിൽ ക്യാപ്പോ ഉള്ളതുകൊണ്ട് ഇനി എനിക്ക് നോർമൽ എ മേജർ ഷേപ്പ് പ്ലേ ചെയ്താൽ മതി ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബാർ കോഡ്സ് റീപ്ലേസ് ചെയ്യാൻ നമ്മളെ ക്യാപ്പോ ഹെൽപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ കൂടി എടുക്കാം. ഇപ്പോൾ നമുക്ക് സെയിം സോങ് എടുക്കാം, ആത്മാവെ പോകുന്നുള്ള സോങ് എടുക്കാം. ഞാൻ നോർമലി പ്ലേ ചെയ്തത് ഡി മൈനറിലും എ മൈനറിലുമാണ്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഈ ബാർ കോഡ്സ് തന്നെ യൂസ് ചെയ്താൽ എൻ്റെ ഹാൻഡൊക്കെ വേദന എടുത്ത് തുടങ്ങും. അപ്പോൾ ആ ഒരു ഡിഫിക്കൽട്ടി മാറ്റാൻ സെയിം നമ്മളെ ഫിംഗേഴ്സ് ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഡി മൈനർ എങ്ങനെയാണ് പ്ലേ ചെയ്തത്, എൻ്റെ ഫസ്റ്റ് ഫിംഗർ ബാർ ചെയ്തത് ഈ 5th ഫ്രെറ്റിലാണ്. അപ്പോൾ ഈ 5th ഫ്രെറ്റിൽ ഞാൻ ഈ ക്യാപ്പോ ഇങ്ങനെ വയ്ക്കും. ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫിംഗർ ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫിംഗർ ഫ്രീ ആയി. അപ്പോൾ ഈ ബാക്കി ഫിംഗേഴ്സ് ഇരിക്കുന്ന ഷേപ്പ് നോക്കിയാൽ അത് നമ്മൾ റെഗുലർ എ മൈനർ ഷേപ്പാണ്. നമ്മൾ ഓപ്പൺ ഷേപ്പ് പഠിച്ചത് തന്നെയാണ് എ മൈനർ. അപ്പോൾ ഞാൻ എൻ്റെ നോർമൽ എ മൈനർ ഇങ്ങനെ പ്ലേ ചെയ്യും. ഇപ്പോൾ പ്ലേ ചെയ്യുന്ന ഡി മൈനർ തന്നെയാണ്, നമ്മളെ ഫിംഗേഴ്സ് ഇങ്ങനെ ഇരുന്നതാണ്. നമ്മളെ ഫസ്റ്റ് ഫിംഗർ ചെയ്യുന്ന കാര്യം നമ്മളെ ക്യാപ്പോ ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമലി എങ്ങനെയാണ് ഒരു എ മൈനർ പ്ലേ ചെയ്യേണ്ടത് ആ സെയിം ഓപ്പൺ ഷേപ്പ് പ്ലേ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എ മൈനറിന് വേണ്ടിയിട്ട് നമ്മളെ ക്യാപ്പോ ഓൾറെഡി 5th ഫ്രെറ്റിലുണ്ട്, അത് നമ്മൾ ഫസ്റ്റ് ഫിംഗർ ബാർ ചെയ്ത സ്ഥലത്ത്. ഇനി അടുത്ത 2 ഫിംഗർ നോക്കിയാൽ ആ ഒരു ഷേപ്പ് നോക്കിയാൽ നമുക്കറിയാം നമ്മൾ റെഗുലർ ഓപ്പൺ ഷേപ്പ് ഇ മൈനർ. അപ്പോൾ ഈ ഒരു ഇ മൈനർ ഇപ്പോൾ എനിക്ക് പ്ലേ ചെയ്യാൻ ഈസിയായി. ഇപ്പോൾ എനിക്ക് എ മൈനറും ഇ മൈനർ പ്ലേ ചെയ്താൽ മതി. പക്ഷേ സ്കെയിലിൽ നോക്കിയാൽ അത് ഞാൻ ഡി മൈനർ തന്നെയാണ് പ്ലേ ചെയ്യണത്, എ മൈനർസ് തന്നെയാണ് പ്ലേ ചെയ്യണത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഈസിയായി പ്ലേ ചെയ്യാൻ കാരണം ഞാൻ ഈ ക്യാപ്പോ യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ആ സെയിം സോങ് ആത്മാവ് ഇപ്പോൾ ആത്മാവേ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ബാർ കോഡ്സ് റീപ്ലേസ് ചെയ്യുന്നത് ക്യാപ്പോ വെച്ചിട്ട്. ഇനി അടുത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രഷനിൽ ഞാൻ ഇ എ ബി ഈ ഒരു പ്രോഗ്രഷൻ പ്ലേ ചെയ്യും. ഇപ്പോൾ നോർമലി ഞാൻ പ്ലേ ചെയ്താൽ ഫുൾ ബാർ കോഡ് വെച്ച് പ്ലേ ചെയ്താൽ ഇങ്ങനെ
എ ബി. അപ്പോൾ ഇങ്ങനെ ഞാൻ പ്ലേ ചെയ്താൽ കുറച്ച് ടൈം കഴിയുമ്പോൾ എൻ്റെ കൈ വേദന എടുത്ത് തുടങ്ങും. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മളെ ക്യാപ്പോ എടുത്തിട്ട് ഞാൻ 7th ഫ്രെറ്റിൽ വയ്ക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പ്ലേ ചെയ്തത്. 7th ഫ്രെറ്റിൽ എൻ്റെ ഫസ്റ്റ് ഫിംഗർ വെച്ച് ഞാൻ ബാർ ചെയ്തത്. ഈ സെയിം 7th ഫ്രെറ്റിൽ ഞാൻ എൻ്റെ ക്യാപ്പോ വെച്ചപ്പോൾ എൻ്റെ ഈ ഫസ്റ്റ് ഫിംഗർ ഫ്രീ ആയി. എന്നിട്ട് ഈ അടുത്ത 3 നോട്ട്സ് ഉള്ളത് ഒരു എ ഷേപ്പാണ്. നമ്മൾ നോർമൽ ഓപ്പൺ എ മേജർ കോഡാണ് ഈ ഒരു ഷേപ്പ്. ഞാൻ ഈ ക്യാപ്പോ വെച്ചുകൊണ്ട് എനിക്ക് ഈ നോർമൽ നമ്മൾ ഓപ്പൺ ഷേപ്പ് എ പ്ലേ ചെയ്താൽ മതി ഈ കോഡ് പ്ലേ ചെയ്യാൻ. ഇത് ഇനി അടുത്ത് എന് എനിക്ക് ഡി പ്ലേ ചെയ്താൽ മതി. ഇത് നമ്മളെ റൂട്ട് നോട്ടാണ്. ഈ ഒരു എ നോട്ട് നമ്മളെ റൂട്ട് നോട്ട് ആയതുകൊണ്ടാണ് ഇത് ഇപ്പോൾ എ ആയത്. ഡി കോഡ് തന്നെയാണ്, ഈ കോഡ് ഷേപ്പ് ഡി തന്നെയാണ്. നമ്മളെ ഈ റൂട്ട് നോട്ട് എ ആയതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഒരു എ കോഡായത്. എ. പിന്നെ അടുത്ത് എനിക്ക് ഈ ബി പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മേജർ കോഡ് ഷേപ്പ് പ്ലേ ചെയ്താൽ മതി. കാരണം നമ്മൾ നോർമലി ബി പ്ലേ ചെയ്ത് ഇങ്ങനെയാണ്. ഈ ഫസ്റ്റ് ഫിംഗർ ഇവിടെ ബാർ ചെയ്തിട്ട് ഈ അടുത്തിരിക്കുന്ന കോഡ് ഷേപ്പ് നമ്മൾ നോർമൽ ഈ മേജർ കോഡാണ്. ഇങ്ങനെ ആ ഷേപ്പ് വന്നപ്പോൾ എനിക്ക് ആ ബി കോഡ് കുറച്ചുകൂടി ഈസി ആയി പ്ലേ ചെയ്യാൻ. അപ്പോൾ ഇനി ഞാൻ ആ സെയിം പ്രോഗ്രഷൻ ഈ എ ബി പ്ലേ ചെയ്യണമെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്ലേ ചെയ്താൽ മതി. എ ഡി ഇ. കോഡ് ഷേപ്സ് നമ്മൾ ഓപ്പൺ കോഡ് ഷേപ്സ് ആണ് എ ഡി ഇ. പക്ഷെ നമ്മൾ പ്ലേ ചെയ്യുന്നത് നമ്മൾ സെയിം ഇ എ ബി എന്നുള്ള പ്രോഗ്രഷനാണ്. പക്ഷെ നമ്മൾ കോഡ്സ് പ്ലേ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായെന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ക്യാപ്പോയിൻ്റെ സെക്കൻഡ് യൂസ് കേസ്. നമ്മൾ റെഗുലർ ബാർ കോഡ്സിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് നോർമൽ ഓപ്പൺ ഷേപ്സ് പ്ലേ ചെയ്താൽ മതി. അപ്പോൾ അത്ര ഈസിയാണ് നമ്മൾ ക്യാപ്പോ യൂസ് ചെയ്താൽ നമ്മളെ ബാർ കോഡ്സ് ഈസി ആക്കാൻ. അപ്പോൾ ഇതാണ് ക്യാപ്പോ യൂസ് ചെയ്യുന്നതിൻ്റെ 2 രീതികൾ. ഇപ്പോൾ ക്യാപ്പോ യൂസ് ചെയ്ത് കുറേ രീതികളുണ്ട്. അപ്പോൾ ഇത് ഒരു സ്റ്റാർട്ടിങ് ഫേസ് മാത്രമാണ്. പിന്നെ നമ്മൾ പ്ലേ ചെയ്യുന്നതോറും നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഈ ക്യാപ്പോ നമ്മളെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാപ്പോയിനെ കുറിച്ച്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം, ഞാൻ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താലും മതി, ഞാൻ ലിങ്ക് ലിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ അതാണ് ക്യാപ്പോയിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ദാറ്റ് ഔട്ട് ആസ് വെൽ.